അടുത്ത മാസം 4Kയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന 2020യുടെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ കുറേ മൂവിയുടെ ഇതുപോലെയുള്ള സെയിം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു 2020യുടെയും ഇതുപോലത്തെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടണമെന്ന്. അതുപ്രകാരമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ താരനിരയെ ഒന്നിച്ചു കൊണ്ടുവന്ന സിനിമയാണ് 2020 എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഒരുപാട് താരനിരകളെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരം ഏതാണ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഇത് റിലീസ് ചെയ്യുകയാണെങ്കിൽ തിയേറ്ററിൽ കാണുമെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടുള്ളത് മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ ഈ സിനിമയിൽ റജി എന്നൊരു കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മണിക്കുട്ടൻ്റെ പ്രായം 22 ഇപ്പോൾ മണിക്കുട്ടൻ്റെ പ്രായം 38. അടുത്തത് കുഞ്ചാക്കോ ബോബനാണ്. സാബു എന്നൊരു കഥാപാത്രമായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ പ്രായം 32 ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ പ്രായം 49. ജയസൂര്യയാണ് അടുത്തതായിട്ടുള്ളത്. ജയസൂര്യ ഈ സിനിമയിൽ ജെയിംസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജയസൂര്യയുടെ പ്രായം 30 ഇപ്പോൾ ജയസൂര്യയുടെ പ്രായം 47. അടുത്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഈ സിനിമയിൽ ടോണി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 26 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 43. അടുത്തത് നയൻതാരയാണ്. ഡയാന എന്നൊരു കഥാപാത്രമായിരുന്നു നയൻതാര ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നയൻതാരയുടെ പ്രായം 24 ഇപ്പോൾ പ്രായം 41. അടുത്തത് വിജയകുമാറാണ്. ജൂനിയർ അഡ്വക്കേറ്റ് വിജയ് എന്നൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 35 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 52. അടുത്തത് ബാബു നമ്പൂതിരിയാണ്. ജസ്റ്റിസ് കൈമൾ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 61 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 78. അടുത്തത് ഗിന്നസ് പക്രുവാണ്. വിക്രമൻ എന്നൊരു സപ്ലയറുടെ റോളായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. 2008 അദ്ദേഹത്തിൻ്റെ പ്രായം 32 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 49. അടുത്തത് മാള അരവിന്ദൻ എന്ന കുറുപ്പ് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 69. അദ്ദേഹം 2015 76 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് മധുപാലാണ്. ശേഖരൻകുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 56. അടുത്തത് ബാബുരാജ് ആണ്. സ്റ്റീഫൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 38 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 55. അടുത്തത് മാമുക്കോയാണ്. വള്ളക്കാരൻ ഖാദർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62 2023 അദ്ദേഹം മരണമടഞ്ഞു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തത് സുകുമാരിയാണ്. ലീലാമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ 68 വയസ്സായിരുന്നു. 2013 72 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ഉഷയാണ്. ലത എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ഉഷ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 36 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 53. അടുത്തത് ജ്യോതിർമയാണ്. ജ്യോതിർമയ് ഈ സിനിമയിൽ ജൂലി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജ്യോതിർമയുടെ പ്രായം 25 ഇപ്പോൾ അവരുടെ പ്രായം 42. അടുത്തത് കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മ ഭാരതിയമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 63 2024 81 വയസ്സിൽ അവർ അന്തരിച്ചു. അടുത്തത് ബിജു മേനോനാണ്. ASP ജേക്കബ് ഈരാളി IPS എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 38 ഇപ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സാണുള്ളത്. അടുത്തത് TP മാധവനാണ്. മിനിസ്റ്ററുടെ PA ആയിട്ടായിരുന്നു TP മാധവൻ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 73 അദ്ദേഹം 2024 89 വയസ്സിൽ മരണമടഞ്ഞു. അടുത്തത് സായി കുമാറാണ്.
മിനിസ്റ്റർ മത്തായി എന്ന റോളിലായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ഇപ്പോൾ പ്രായം 62. അടുത്തത് ഇന്ദ്രൻസ് ആണ്. ഗോവിന്ദൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ഇന്ദ്രൻസ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ പ്രായം 52 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 69. അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. കൊച്ചിൻ ഹനീഫ ഈ സിനിമയിൽ പെരിച്ചാഴി വാസു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫയുടെ പ്രായം 57. 2010 58 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് സലീം കുമാറാണ്. SP ഇന്ദുചൂടൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സലീം കുമാറിൻ്റെ പ്രായം 44. 2025 അദ്ദേഹത്തിൻ്റെ പ്രായം 61. അടുത്തത് ഹരിശ്രീ അശോകനാണ്. ഈ സിനിമയിൽ പൂട്ടുവർക്കി എന്നൊരു കഥാപാത്രമായിരുന്നു ഹരിശ്രീ അശോകൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഹരിശ്രീ അശോകൻ്റെ പ്രായം 38. 2025 അദ്ദേഹത്തിൻ്റെ പ്രായം 55. അടുത്തത് ബിജുക്കുട്ടനാണ്. ബിജുക്കുട്ടൻ ഈ സിനിമയിൽ ഓട്ടുമുരളി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 34. ഇപ്പോൾ അദ്ദേഹത്തിന് 52 വയസ്സാണുള്ളത്. നിങ്ങൾ അവസാനമായി 2020 എവിടെയാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ TV യിലാണോ അതോ OTT-യിലാണോ ഇത് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. മൊത്തം എത്ര പ്രാവശ്യം നിങ്ങൾ 2020 എന്ന സിനിമ കണ്ടിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഈ 2020 എന്ന സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ജനാർദ്ദനനാണ്. ജനാർദ്ദൻ്റെ ഈ സിനിമയിലെ കഥാപാത്രം രാമകൃഷ്ണൻ പിള്ള എന്നൊരു കഥാപാത്രമായിരുന്നു. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 80. അടുത്തത് ലാലാണ്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ലാൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 67. അടുത്തത് ബൈജു സന്തോഷാണ്. സതീശൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 35. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 52. അടുത്തത് ഇടവേള ബാബു ആണ്. ഇടവേള ബാബു ഈ സിനിമയിൽ ജോസൂട്ടൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇടവേള ബാബുവിൻ്റെ പ്രായം 45. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62. അടുത്തത് മധു വാര്യരാണ്. രാജു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 32. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 49. അടുത്തത് ബാബു ആൻ്റണിയാണ്. ബാബു ആൻ്റണി ഈ സിനിമയിൽ വിക്രം ബായ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബാബു ആൻ്റണിയുടെ പ്രായം 42. ഇപ്പോൾ ബാബു ആൻ്റണിയുടെ പ്രായം 59. അടുത്തത് സുരാജ് വെഞ്ഞാറമൂടാണ്. ഗുമസ്തൻ രാമു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 32. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 49. അടുത്തത് കലാഭവൻ മണിയാണ്. കരിങ്കൽ പാപ്പച്ചൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കലാഭവൻ മണിയുടെ പ്രായം 37. അദ്ദേഹം 2016 മരണമടഞ്ഞു. മരണമടയുമ്പോൾ പ്രായം 45. അടുത്തത് കൽപ്പനയാണ്. പാരമേരി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 43. 2016 51 വയസ്സിൽ അവർ മരണമടഞ്ഞു. അടുത്തത് രാധികയാണ്. ഈ സിനിമയിൽ രാധിക എന്നൊരു കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 23. ഇപ്പോൾ പ്രായം 40. അടുത്തത് മണിയമ്പിള്ള രാജു ആണ്. SI ഗോപി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 53. ഇപ്പോൾ പ്രായം 70. അടുത്തത് ബിന്ദു പണിക്കരാണ്. ഗീത എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബിന്ദു പണിക്കരുടെ പ്രായം 40. ഇപ്പോൾ ബിന്ദു പണിക്കരുടെ പ്രായം 57. അടുത്തത് ലാലു അലക്സ് ആണ്. DIG കൃഷ്ണദാസ് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ലാലു അലക്സിൻ്റെ പ്രായം 54. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 71. അടുത്തത് ഇന്നസെൻ്റ് ആണ്. കുട്ടിക്കൃഷ്ണൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം 60. അദ്ദേഹം 2023 75 വയസ്സിൽ അന്തരിച്ചു.
അടുത്തത് മധുവാണ്. റിട്ടയർഡ് ജസ്റ്റിസ് വിശ്വനാഥ മേനോൻ എന്നൊരു കഥാപാത്രമായിരുന്നു മധു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മധുവിൻ്റെ പ്രായം 75 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 92 ആണ്. അടുത്തത് ശ്രീനിവാസനാണ്. കോൺസ്റ്റബിൾ കുഞ്ഞപ്പൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 52 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 69 ആണ്. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ജഗതി ശ്രീകുമാർ ഈ സിനിമയിൽ ശങ്കരേട്ടൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 57 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74 ആണ്. അടുത്തത് ജഗദീഷാണ്. കോൺസ്റ്റബിൾ നകുലൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 53 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 70 ആണ്. അടുത്തത് മുകേഷാണ്. മുകേഷ് ഈ സിനിമയിൽ CI ജയചന്ദ്രൻ നായർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മുകേഷിൻ്റെ പ്രായം 52 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 69 വയസ്സാണുള്ളത്. അടുത്തത് കാവ്യ മാധവനാണ്. ഈ സിനിമയിൽ ആൻസി എന്നൊരു കഥാപാത്രമായിരുന്നു കാവ്യ മാധവൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കാവ്യയുടെ പ്രായം 24 ആയിരുന്നു. ഇപ്പോൾ കാവ്യയുടെ പ്രായം 41 ആണ്. അടുത്തത് കാർത്തിക മാത്യു ആണ്. കാർത്തിക മാത്യു ഈ സിനിമയിൽ ആലീസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കാർത്തികയുടെ പ്രായം 28 ആയിരുന്നു. ഇപ്പോൾ കാർത്തികയുടെ പ്രായം 45 ആണ്. അടുത്തത് ഗോപികയാണ്. ദേവി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഗോപികയുടെ പ്രായം 24 ആയിരുന്നു. ഇപ്പോൾ പ്രായം 41 ആണ്. അടുത്തത് സിന്ധു മേനോനാണ്. സിന്ധു മേനോൻ ഈ സിനിമയിൽ പത്മിനി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. പത്മിനിയുടെ ഇപ്പോഴത്തെ പ്രായം 40 ആണ്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 23 ആയിരുന്നു. അടുത്തത് ഭാവനയാണ്. അശ്വതി നമ്പ്യാർ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഭാവനയുടെ പ്രായം 22 ആയിരുന്നു. ഇപ്പോൾ പ്രായം 39 ആണ്. അടുത്തത് ഇന്ദ്രജിത് സുകുമാരനാണ്. ഇന്ദ്രജിത് സുകുമാരൻ ഈ സിനിമയിൽ അരുൺകുമാർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്ദ്രജിത്തിൻ്റെ പ്രായം 29 ആയിരുന്നു. ഇപ്പോൾ ഇന്ദ്രജിത്തിന് 46 വയസ്സാണുള്ളത്. അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ ഈ സിനിമയിൽ ബാലൻ മേനോൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിജയരാഘവൻ്റെ പ്രായം 57 ആയിരുന്നു. ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രായം 74 ആണ്. അടുത്തത് ഷമ്മി തിലകനാണ്. ഗണേശൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ഷമ്മി തിലകൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 37 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 54 ആണ്. അടുത്തത് മനോജ് കെ ജയനാണ്. മഹീന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മനോജിൻ്റെ പ്രായം 42 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 59 ആണ്. അടുത്തത് സിദ്ദിഖാണ്. മാധവ മേനോൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ പ്രായം 49 ആയിരുന്നു. ഇപ്പോൾ സിദ്ദിഖിന് 66 വയസ്സാണ് ഉള്ളത്. അടുത്തത് ദിലീപാണ്. കാർത്തിക് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ദിലീപിൻ്റെ പ്രായം 40 ആയിരുന്നു. ഇപ്പോൾ ദിലീപിന് 57 വയസ്സാണ് ഉള്ളത്. അടുത്തത് ജയറാമാണ്. ജയറാം ഈ സിനിമയിൽ ഡോക്ടർ വിനോദ് ഭാസ്കർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഡോക്ടർ വിനോദ് ഭാസ്കറായ ജയറാമിൻ്റെ പ്രായം 43 ആയിരുന്നു. ഇപ്പോൾ ജയറാമിൻ്റെ പ്രായം 60 ആണ്. അടുത്തത് സുരേഷ് ഗോപിയാണ്. SP ആൻ്റണി പുന്നേക്കാടൻ IPS എന്നൊരു കഥാപാത്രമായിരുന്നു സുരേഷ് ഗോപി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ പ്രായം 67 ആണ്. അടുത്തത് മമ്മൂട്ടിയാണ്. അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ എന്ന കഥാപാത്രമായിരുന്നു മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ പ്രായം 57 ആയിരുന്നു. ഇപ്പോൾ പ്രായം 74 ആണ്. അടുത്തത് മോഹൻലാലാണ്. ദേവരാജ പ്രതാപവർമ്മ എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 48 ആയിരുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 65 ആണ്. ഇതാണ് 2020 എന്ന സിനിമയിലെ താരങ്ങളുടെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും പ്രായമെന്ന് പറയുന്നത്. അപ്പോൾ ഈ താരനിരയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അവരുടെ പ്രായം കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയോ എന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.
കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റ് സിനിമകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റു സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.